ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു 4 ലെഗ് പീസ് ഇത് നല്ലതുപോലെ കഴുകി നല്ലപോലെ ഇതുകൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെങ്കിലായിരിക്കും ഇതിനകത്തോട്ട് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമുക്കൊരു കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്, ഇതിടണം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു അരനാരങ്ങയുടെ ഫ്രഷായിട്ടൊരു അരനാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി നല്ലതുപോലെ ഒന്ന് എല്ലാ പീസിലും ഒന്ന് പിടിപ്പിച്ച് വെക്കണം. ഇത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ പേസ്റ്റൊക്കെ നല്ലപോലെ പീസിലൊന്ന് നല്ലതുപോലെ ചേർത്ത് വെക്കാം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി മസാല ചേർക്കാം. നമ്മൾ ചിക്കനൊക്കെ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/4 സ്പൂണ്, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂണ് ഗരം മസാല അത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളൊരു മുട്ടയുടെ വെള്ളയാണ് 4 ലെഗ് പീസ് എടുത്തിരിക്കുന്നത് കൊണ്ട് 1 മുട്ടയുടെ വെള്ള എടുത്താൽ മതിയാകും. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 സ്പൂണ് മൈദയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പം മൈദയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 സ്പൂണ് മതിയാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 സ്പൂണ് തൈര് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ കൊണ്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് വെക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ചിക്കൻ്റെ പീസുകളിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ ഒരു കുറച്ച് എണ്ണ നല്ലതുപോലെ ഒന്ന് കൂടുതൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നെങ്കിൽ നമുക്ക് ലെഗ് പീസൊക്കെ അല്ലേ അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ലതുപോലെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞും കിട്ടും. നമുക്ക് ഈ ഓരോന്ന് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ആദ്യം ഗ്യാസ് നല്ലതുപോലെ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം പീസ് ചേർക്കാൻ. പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ടോ സ്ലോ ഫ്ലെയിമിലോട്ടോ ഒന്ന് മാറ്റി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഈ മസാലയൊക്കെ ചിക്കൻ്റെ പീസിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ്റെ പീസ് ഇടുമ്പം നല്ലതുപോലെ തിളച്ച എണ്ണ നിൽക്കുവാണെങ്കിൽ അപ്പം മസാലയൊക്കെ ഇറങ്ങി പോവാതിരിക്കും. അപ്പം നമ്മളൊരു 2 സൈഡ് ഒരു 5-8 മിനിറ്റ് വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ടിഷ്യൂയിലോട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടുതലുള്ളതൊന്ന് പോയി കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നാരങ്ങയും ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ
നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി ഞാൻ പിന്നെയും വരാം.